നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. യുഎഇക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. ഒരു മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് യുഎഇക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് യുഎഇ ലക്ഷ്യമാക്കി എത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആദ്യത്തെ മിസൈൽ രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്ക് പുറത്തും രണ്ടാമത്തേത് യുഎഇയുടെ സമുദ്രാതിർത്തിക്കുള്ളിലും പതിച്ചു. ഏതു ഭീഷണിയെയും നേരിടാൻ രാജ്യം സുസജ്ജമാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മിസൈൽ മുന്നറിയിപ്പ് വന്ന ഏതാനും മിനിറ്റുകൾ രാജ്യത്തെ GPS സിഗ്നലുകൾക്ക് തടസ്സം നേരിട്ടു. ഫോണുകളിൽ മിസൈൽ മുന്നറിയിപ്പ് വന്നപ്പോൾ ജനം പരിഭ്രാന്തിയിലായി. ഏതാനും മിനിറ്റുകൾക്കകം സുരക്ഷിതമാണെന്ന അറിയിപ്പും വന്നതോടെയാണ് ആശ്വാസമായത്. സഹപാഠിയെ 9ാം ക്ലാസ് വിദ്യാർത്ഥി വെടിവെച്ചു കൊന്നു. പിതാവിന്റെ തോക്കുകളുമായി സ്കൂളിലെത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹപാഠിയെ വെടിവെച്ചു കൊന്നത്. ക്ലാസ് മുറികളിലേക്ക് തുരുതുര വെടിയുതിർത്ത ദൃശ്യങ്ങൾ തത്സമയം സമൂഹമാധ്യമത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. അധ്യാപകനു നേരെയും സഹപാഠികൾക്കു നേരെയുമാണ് വിദ്യാർത്ഥി വെടിയുതിർത്തത്. പിന്നീട് സ്വയം വെടിവെച്ച ശേഷം 5ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കി. വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറ ഉപയോഗിച്ചാണ് ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തിയത്. അക്രമിയുടെ ഗെയിമിംഗ്, ചാറ്റ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിലിപ്പീൻസിലെ സ്കൂളുകളിൽ 2 മാസത്തിനിടെ വിദ്യാർത്ഥികൾ നടത്തുന്ന 2ാമത്തെ വെടിവയ്പാണിത്. NDA പരീക്ഷാ സംഘം അഴിച്ചുപണിയാൻ കേന്ദ്രം 600 വിദഗ്ധരെ ഒഴിവാക്കി. പരീക്ഷാ സംഘത്തിലെ 600 വിദഗ്ധരെ ഒഴിവാക്കി പുതിയ വിദഗ്ധരെ നിയമിച്ചു. 4 ഘട്ട ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം നടപ്പാക്കും. 25ഓളം ഉദ്യോഗസ്ഥരെ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നിയമിക്കും. NDA ഓഫീസുകൾ പുതിയ കെട്ടിടത്തിലേക്ക് അടിയന്തരമായി മാറ്റാനും കെട്ടിടത്തിന് CISF സുരക്ഷ ശക്തമാക്കാനും തീരുമാനമായി. പരീക്ഷകൾ സുഗമമായി നടത്താൻ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം വീഴ്ചകളെ തുടർന്ന് UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിനു പിന്നാലെയാണ് പുതിയ നടപടി. വീഴ്ചകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പരീക്ഷാ നടത്തിപ്പ് കൂടുതൽ സുതാര്യവും കുറ്റമറ്റതാക്കുമെന്നും NDA അറിയിച്ചു. കേന്ദ്ര മന്ത്രിസഭയിൽ അഴിച്ചുപണി. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വന്നേക്കാം. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന അടുത്ത മാസമെന്ന സൂചന. മന്ത്രിസഭയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. 30ലധികം മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വന്നേക്കും. ഏതാനും മന്ത്രിമാരോട് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് പദ്ധതികളെ കരട് നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഗാന്ധി ജയന്തി മുതൽ ഇത് നടപ്പാക്കാനാണ് ആലോചന. അതേസമയം BJP പാർലമെന്റ് ബോർഡ് രൂപീകരണം വൈകുകയാണ്. മുഖ്യമന്ത്രിമാരെ ബോർഡിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇനിയും തീരുമാനമായില്ലെന്നാണ് വിവരം. മാസപ്പടി കേസിൽ ED അന്വേഷണം മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിലേക്ക്. റിയാസിന്റെ സുഹൃത്തുക്കളുടെയും അദ്ദേഹവുമായി അടുപ്പമുള്ള കോഴിക്കോട്ടെ CPM DYFI നേതാക്കളുടെയും വീടുകളിലടക്കം 8 ഇടങ്ങളിൽ ചൊവ്വാഴ്ച ED സംഘം റെയ്ഡ് നടത്തി. എക്സാലോജിക് സൊല്യൂഷൻസ് ഡയറക്ടറും റിയാസിന്റെ ഭാര്യയുമായ വീണയുടെ മൊഴികളിൽ നിന്നും ഡയറിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. വീണ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മേയിൽ വീണയുടെ ഡയറി ED സംഘം പിടിച്ചെടുത്തു. നിഖിൽ വാരിസ്, ഷൈജൽ, ഫൈജാസ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം കൈമാറിയതായി ഡയറിയിലുണ്ടായിരുന്നു. വീണയെ ചോദ്യം ചെയ്തപ്പോൾ 4 പേരും റിയാസിന്റെ സുഹൃത്തുക്കളാണ്, ഒരാൾ തന്റെ കൂടി സുഹൃത്തുക്കളാണെന്നും വീണ ED ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. വീണയെ ചോദ്യം ചെയ്തപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഭർത്താവ് റിയാസിന് മാത്രമേ അത് സംബന്ധിച്ച് അറിവുള്ളൂ എന്നായിരുന്നു മറുപടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിയാസിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ED സംഘത്തിന്റെ നിലപാട്. കള്ളക്കടൽ പ്രതിഭാസം. എല്ലാ തീരദേശ ജില്ലകളിലും റെഡ് അലേർട്ട്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 1 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 23-നും 30-നും പ്രത്യേക ക്രമീകരണങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 422-ഉം ഓഗസ്റ്റ് 30-ന് 338ഓളം വിവാഹങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭക്തർക്ക് തടസ്സമില്ലാതെ ക്ഷേത്ര ദർശനത്തിനും വിവാഹ ചടങ്ങുകൾ ഭംഗിയായി നടത്തുന്നതിനും പോലീസ് സഹകരണത്തോടെ സജ്ജീകരണം ഒരുക്കുമെന്നാണ് അറിയിപ്പ്.
ഭക്തരുടെ സുരക്ഷയ്ക്ക് ക്ഷേത്രത്തിനകത്തും പുറത്തും ക്ഷേത്ര നഗരിയിലും അധികം പോലീസിനെ വിന്യസിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകാനും യോഗത്തിൽ തീരുമാനമായി. ഉന്നത വിദ്യാഭ്യാസ വികസനത്തിനായി 2000 കോടി രൂപ വായ്പയെടുക്കും. ഉന്നത വിദ്യാഭ്യാസ വികസന പദ്ധതികൾക്കായി ലോകബാങ്കിൽ നിന്ന് 2000 കോടി രൂപ വായ്പയെടുക്കാൻ സർക്കാർ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചൊവ്വാഴ്ച സംഘടിപ്പിച്ച വൈസ് ചാൻസലർമാരുടെ കോൺക്ലേവിൽ ഇക്കാര്യം അറിയിച്ചു. വായ്പ നൽകാമെന്നും ലോകബാങ്ക് സമ്മതിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 100-150 കോടി രൂപയുടെ പദ്ധതി ശുപാർശ തയ്യാറാക്കാൻ വൈസ് ചാൻസലർമാരോട് നിർദ്ദേശിച്ചു. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായി സർവകലാശാല നിയമനം ഏകീകരിക്കുമെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കും. കാറിലെ ലഹരിക്കടത്ത് മുഖ്യ വിതരണക്കാരൻ അബ്ദുൾ സലീം പിടിയിൽ. കാറിൽ ലഹരി കടത്തുന്നതിനിടെ ഒലവക്കോട്ടു നിന്ന് 4 പേർ പിടിയിലായ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി എൻ അബ്ദുൾ സലീമാണ് അറസ്റ്റിലായത്. ഇയാളുടെ കയ്യിൽ നിന്ന് 0.230 ഗ്രാം MDMA കണ്ടെടുത്തിരുന്നു. ലഹരി വസ്തുക്കളുടെ മുഖ്യ വിതരണക്കാരനാണ് അബ്ദുൾ സലീം എന്ന് അന്വേഷണ സംഘം പറഞ്ഞു. സലീമിന് വേണ്ടിയാണ് മറ്റു 4 പേരും MDMAയും കൊക്കൈനുമടക്കമുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇന്ന്. അവിശ്വാസ പ്രമേയത്തിലൂടെ മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം പുറത്തായതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ്. രാവിലെ 11 മണിക്കാണ് വോട്ടെടുപ്പ്. LDFന്റെയും UDF വിമുതരുടെയും പിന്തുണയുള്ള മായ രാഹുലും UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ റിയ ചീരംകുഴിയും തമ്മിലാണ് മത്സരം. LDF കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെയാണ് മുൻ ചെയർപേഴ്സൺ പുറത്തിലായത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്ന രീതിയിൽ ദിയ ബിനു പുളിക്കണ്ടം പേരെടുത്തിരുന്നു. എന്നാൽ വെറും 6 മാസത്തെ ഭരണത്തിന് ശേഷം നഗരസഭയിൽ ഭരണം നഷ്ടപ്പെടുകയായിരുന്നു.